ഉണ്ണി മുകുന്ദൻ എന്ന നടൻ തൻ്റെ മാനേജരായ വിപിൻ കുമാർ എന്ന വ്യക്തിയെ മർദ്ദിച്ച് അവശനാക്കിയെന്നും അയാൾ കേസ് കൊണ്ടുപോയി കൊടുത്തെന്നും അതുകൊണ്ട് പോലീസ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ പിടിച്ചുകൊണ്ടുപോയി ഇടിച്ചു പഞ്ചറാക്കും എന്നൊക്കെ തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത് അനാവശ്യമായ ചില സ്ത്രീ വിഷയങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ സ്ത്രീ വിഷയം എന്താണ് എന്ന് നമ്മൾ പറയുന്നതിന് മുന്നേ മറ്റ് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണം. ഈ വിപിൻ കുമാർ എന്ന വ്യക്തി ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ അല്ല എന്നത് എത്ര പേർക്ക് അറിയാം? അതായത് നമ്മുടെ ഉണ്ണി മുകുന്ദന് ടൊവിനോ തോമസ്, പൃഥ്വിരാജ് തുടങ്ങിയ സിനിമാ മേഖലയിലെ പ്രശസ്തരായ പല വ്യക്തികളുടെയും സാമൂഹിക മാധ്യമങ്ങൾ അത്തരം അക്കൗണ്ടുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ് വിപിൻ കുമാർ. ഇതേ രീതിയിൽ പ്രശസ്തരായ മറ്റ് ചില സിനിമാ താരങ്ങളുടെയൊക്കെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന പ്രശസ്തയായ ഒരു വനിതയുമുണ്ട്. ഇവർ തമ്മിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളുമാണ് ഈ പ്രശ്നത്തിന് തുടക്കം. അതായത് ചില സിനിമയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദൻ ഉദ്ദേശിച്ച തരത്തിലല്ല അദ്ദേഹത്തെക്കുറിച്ച് ഈ വിപിൻ കുമാർ എന്ന വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഉണ്ണി മുകുന്ദൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ചില നീക്കുപോക്ക് അല്ലെങ്കിൽ ചില ഇടപെടലുകൾ വിപിൻ കുമാറിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ വളരെ മോശക്കാരനാണ് എന്ന തരത്തിൽ വളരെ അടുത്ത സുഹൃത്തുക്കളോടും സിനിമാ മേഖലയിലെ പല വ്യക്തികളോടും വിപിൻ കുമാർ പലപ്പോഴും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഇത് പല വ്യക്തികളും നമ്മുടെ ഉണ്ണി മുകുന്ദനെ നേരിട്ട് അറിയിച്ചു. അപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണി മുകുന്ദൻ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു, രണ്ട് കമ്പനിക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. വിപിൻ കുമാർ നടത്തുന്ന ഒരു കമ്പനിയും വേറൊരു പെൺകുട്ടി നടത്തുന്ന ഒരു കമ്പനിയുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ വിപിൻ കുമാർ പ്രതീക്ഷിച്ച രീതിയിൽ ഉണ്ണി മുകുന്ദൻ വിപിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊരു തോന്നൽ വിപിൻ കുമാറിന് ഉണ്ടാകുകയും അതോടുകൂടി പ്രതികാര ബുദ്ധിയോടെ വിപിന് ഉണ്ണി മുകുന്ദനെ കൂടുതൽ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് ഉണ്ണി മുകുന്ദൻ ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല. അതുപോലെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ടൊവിനോ തോമസിൻ്റെ നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് വളരെ പ്രശംസിച്ച് അയാൾ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ടൊവിനോടെയുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ അസൂയ മൂത്തിട്ടാണ് ഇയാൾ ഈ പണി കാണിച്ചത് എന്നാണ് ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൊവിനോ തോമസും ഉണ്ണി മുകുന്ദനും ആഴ്ചയിൽ 1-2 തവണ വീതം പരസ്പരം വിളിക്കുന്ന അത്രയും ക്ലോസ് ഫ്രണ്ട്സാണ്. അതുപോലെ ഈ വിപിൻ കുമാർ വളരെ മോശമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ടൊവിനോയുമായിട്ട് അടുത്ത ആളുകൾ അല്ലെങ്കിൽ ടൊവിനോ തന്നെയാണോ എന്നും അറിയില്ല, നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ചെവിയിൽ കൃത്യമായിട്ട് എത്തിച്ചെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വിപിൻ കുമാർ എന്ന വ്യക്തി ചെയ്ത വലിയൊരു കൊടും ചതിയുണ്ട്. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നായകനെ നിശ്ചയിച്ചു. ആ വിവരം വിപിൻ കുമാർ അറിഞ്ഞു. അതിനുശേഷം അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ച ഒരു റോള് ഇന്ന സിനിമ ഇറങ്ങാൻ പോവാണ്, അതിനകത്ത് ഇന്നയാളെ നിശ്ചയിച്ചേക്കുവാണ് എന്ന വിവരം വിപിൻ കുമാർ അറിയുന്നു. എന്നിട്ട് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി നൈസായിട്ട് ഉണ്ണി മുകുന്ദനോട് പറഞ്ഞു, ഇന്ന വ്യക്തി ഇന്ന സിനിമ ഇറക്കാൻ പോവാ, നീ ഒന്ന് സംസാരിച്ച് നോക്ക്, നിനക്ക് അതിലെ റോള് കിട്ടിയാലോ എന്ന്. അപ്പോൾ നമ്മുടെ ഉണ്ണി മുകുന്ദന് പുതിയ സിനിമയൊന്നും കിട്ടാത്തതുകൊണ്ടും അപ്പോൾ നല്ലൊരു സിനിമ ഇറങ്ങുവാണല്ലോ, തനിക്കത് കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഉണ്ണി മുകുന്ദന് മറ്റൊരാൾക്ക് നിശ്ചയിച്ച വേഷമാണ് അല്ലെങ്കിൽ നായകനെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കാതെ അറിയാതെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇന്ന ആളെ ഫിക്സ് ചെയ്തല്ലോ എന്ന്. അത് ഉണ്ണി മുകുന്ദനെ ഭയങ്കര നാണക്കേടുണ്ടാക്കി. മറ്റൊരാൾക്ക് വെച്ച വേഷം തട്ടിയെടുക്കാനായിട്ട് ഉണ്ണി മുകുന്ദൻ വന്നതാണ് എന്ന തരത്തിലുള്ള ചില അടിച്ചിറക്കലുകൾ അവിടെ ഇവിടെയും പരാമർശങ്ങളും ചർച്ചകളും ഉണ്ടായി. ഇത് ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം വളരെ മാനഹാനി ഉണ്ടാക്കിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദന് തൻ്റെ ഒരു സുഹൃത്തിനെ ഇല്ലെങ്കിൽ രണ്ടു കൂട്ടരുടെയും പൊതുവായ ഒരു സുഹൃത്തുക്കളോട് കൂട്ടിക്കൊണ്ടാണ് ഈ മാനേജർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിപിൻ കുമാർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നത്. അതിനുശേഷം താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള എല്ലാ കാര്യവും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ഇവരുടെ കോമൺ സുഹൃത്ത് അടുത്ത് നിൽപ്പുമുണ്ട്. അപ്പോൾ പലതവണയായിട്ട് പറഞ്ഞു, നീ നിന്റെ കണ്ണാടി ഒന്ന് എടുത്ത് മാറ്റുമെന്ന്. കാരണം ഒരാൾ പറയുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണ്
കൃത്യമായിട്ട് കാണുക, ഫേസ് എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. നീ പറഞ്ഞത് സത്യമാണോ? ഇതൊക്കെ നമ്മുടെ റീഡിങ്ങിലുള്ളതാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു മാന്യത പുലർത്തുക. അപ്പോൾ വിപിൻ കുമാറിൻ്റെ കണ്ണാടി അവൻ്റെ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങില്ല. ആ സാധനം അവരുടെ വെച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുള്ളൂ. മാത്രമല്ല ആ കണ്ണാടി നമ്മുടെ ടൊവിനോ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് ടൊവിനോടുള്ള കലി തീർക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ കണ്ണാടി അടിച്ചു പറിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊന്നുമല്ല, പലതവണ മാറ്റിവെക്കാൻ പറഞ്ഞു, കേട്ടില്ല. അവസാനം ഈ മറ്റു ചില ഈ നമ്മളെ മുന്നേ പറഞ്ഞ അതുപോലെ ഉണ്ണി മുകുന്ദന് വളരെ വേണ്ടപ്പെട്ട ചില സ്ത്രീകളുടെ അടുത്ത് ഉണ്ണി മുകുന്ദൻ വളരെ മോശക്കാരനാണെന്നും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മോശപ്പെട്ട ചില വർത്തമാനങ്ങളും പറഞ്ഞു എന്നും ന്യൂസ് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തൻ്റെ സ്വഭാവത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം കൈ കിട്ടിയതുകൊണ്ട് ഒന്നല്ല, പല ഇടങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളിൽ നിന്ന് ഉണ്ണി മുകുന്ദനെ തെളിവ് സഹിതവും അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവനോട് നേരിട്ട് ചോദിക്കാൻ ചെന്നതാണ്. അപ്പോൾ ഇവനെ കൂളിംഗ് ഗ്ലാസ് എന്നും കൊണ്ട് ഇങ്ങനെ ഇറക്കും, അല്ലാണ്ട് ആ സാധനം മാറ്റി വെച്ചില്ല. സ്വാഭാവികമായിട്ട് വാക്കുതർക്കം ഉണ്ടായി. ഉണ്ണി മുകുന്ദന് കണ്ണാടി തട്ടി ദൂരോട്ട് കളഞ്ഞു. ഇത്രയേ ഉണ്ടായുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ടൊവിനോ കൊടുത്ത കണ്ണാടി ആയതുകൊണ്ട് വാശിക്ക് ചവിട്ടി പൊട്ടിച്ചതൊന്നുമല്ല. കണ്ണാടിയെ ഉടഞ്ഞോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് CCTV വന്നേക്കുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തിയുടെ വളർച്ചയെ ഭയപ്പെടുന്ന അസഹിഷ്ണുക്കളായ കുറേ ആളുകളുണ്ട്. ഉണ്ണി മുകുന്ദന് ഒരു സംഘപരിവാർ ഇല്ലെങ്കിൽ BJP അനുകൂലിക്കുന്ന വ്യക്തിയാണ് എന്ന തരത്തിലുള്ള വ്യക്തി കുറച്ച് തേജോധം ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. ഉണ്ണി മുകുന്ദൻ്റെ വളർച്ചയെ ഭയപ്പെടുന്ന, ഉണ്ണി മുകുന്ദനെ എങ്ങനെയും ഒതുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. അപ്പോൾ കുറച്ചു കാലമായിട്ട് ഉണ്ണി മുകുന്ദന് വലിയ സിനിമയൊന്നും ഇല്ല. അപ്പോൾ പലപ്പോഴും അദ്ദേഹം ചെയ്ത സിനിമകൾ ഉദ്ദേശിച്ച രീതിയിൽ വളർന്നില്ല, അല്ലെങ്കിൽ വിജയിച്ചില്ല. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷനാണെന്നും ഈ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കലിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ടൊവിനോയുടെ ചിത്രം നല്ലതാണ് എന്നും പറഞ്ഞ് ഇവന് എഴുതിയത്. അതിൻ്റെ അസൂയ മൂത്തിട്ട് പോയി തല്ലി എന്നൊക്കെയാണ്, ഫ്രസ്ട്രേഷൻ തീർത്താണെന്നാണ് കുറേ യൂട്യൂബേഴ്സ് തെണ്ടികൾ എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെയൊക്കെയാണ് പലയിടത്തും ന്യൂസ് വരുന്നത്. അതൊന്നും അല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മൾക്കൊരു തമ്പനയിലേക്ക് ഇടും, ഇഷ്ടമുള്ളത് കൊടുക്കാം, ഇപ്പം നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് ഫ്രസ്ട്രേഷൻ തീർത്തതല്ല, സ്ത്രീ സംബന്ധമായ അല്ലെങ്കിൽ ചില സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുമായിട്ട് അനാവശ്യമായിട്ട് പോയി ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി മുകുന്ദന് ചെയ്തില്ല. അതായത് രണ്ട് ബിസിനസ്സുകാരെ ഒരേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് പ്രബലരായ കമ്പനികൾ, അതിലൊരാൾ ഒരു കമ്പനി നടത്തുന്നത് വിപിൻ കുമാറും മറ്റൊരു കമ്പനി നടത്തുന്നത് വേറൊരു പെൺകുട്ടിയാണ്. ഇവർ തമ്മിലുണ്ടായ ഈഗോ ക്ലാഷ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഇതിൽ ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാർ ആഗ്രഹിച്ചതുപോലെ സപ്പോർട്ട് ചെയ്തില്ല. മറ്റേ പെണ്ണിനോടുള്ള അസൂയ, അപ്പം താൻ ഉദ്ദേശിച്ച രീതിയിൽ സപ്പോർട്ട് കിട്ടിയില്ലാത്ത തോന്നി ഈ ഉണ്ണി മുകുന്ദനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ അപവാദ കഥകൾ അവരുടെ പെൺസുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ സിനിമാ മേഖലയിലും അല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളോട്, ഇദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് പേര് സഹിതം ഉണ്ണി മുകുന്ദൻ്റെ കയ്യിലെ തെളിവ് സഹിതമായിട്ട് കിട്ടി. ഇതിനെക്കുറിച്ചുള്ള ചോദ്യവും പറച്ചിലുമാണ് ഈ ബഹളത്തിൽ കലാശിച്ചതെന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഉണ്ണി മുകുന്ദനെ സിനിമ കിട്ടാണ്ടിരിക്കുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തൊന്നുമല്ല. ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം നല്ല കഴിവുള്ള ഒരു നടനാണ്, ധാരാളം സിനിമയുണ്ട്. അപ്പോൾ ഉണ്ണി മുകുന്ദനെ കിട്ടാനുള്ള സിനിമ ഉണ്ണി മുകുന്ദന് കിട്ടും. അല്ലാണ്ട് ഒരു സിനിമയിൽ അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ പുതിയ സിനിമ കിട്ടാത്തതുകൊണ്ട് സഹപ്രവർത്തകർക്ക് സിനിമ കിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഉണ്ണി മുകുന്ദന് എല്ലാ നടന്മാരോടും അസൂയ പുലർത്തണമല്ലോ. കാരണം ഇപ്പോൾ കുഞ്ചാക്ക ബോബനോട് അസൂയ പുലർത്തണം, പുതിയതായിട്ട് വരുന്ന നടന്മാരോട് എല്ലാവരോടും കലിപ്പുണ്ടാവണം. ഫഹദ് ഫാസിലിനോട്, മോഹൻലാലിനോട്, തുടരുന്ന സിനിമയിൽ ജോർജ് സാറായിട്ട് വന്ന വ്യക്തി, ഇങ്ങനെ എല്ലാവരോടും അങ്ങ് അസൂയ പുലർത്തണമല്ലോ. ഉണ്ണി മുകുന്ദനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സിനിമകൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. നല്ല ഒരു നടനാണെന്ന് പേരും കിട്ടിയിട്ടുണ്ട്. നല്ല സുമുഖനും സുന്ദരനും ആരോഗ്യ ദൃഢഗാത്രനുമായ, എവിടെയും തൻ്റെ അഭിപ്രായം യാതൊരു മടിയും കൂടാതെ ആരെയും ഭയപ്പെടാതെ പറയാനുള്ള ആർജവമുള്ള ഒരു യുവാവാണ് ഉണ്ണി മുകുന്ദൻ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെയൊന്നും ആർക്കും തകർക്കാനൊന്നും പറ്റത്തില്ല എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉണ്ണി മുകുന്ദനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയോ ഇടിച്ചു കൂട്ടുവോ ജയിലിൽ പിടിച്ചിടുവോ ഒന്നും ഈ നിമിഷം വരെയും നടന്നിട്ടില്ല.